നമസ്കാരം. ഫുട്ബോൾ പേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ റയൽ മാഡ്രിഡിനെ തങ്ങളുടെ തട്ടകമായ മെട്രോപൊളിറ്റാനോയിൽ തങ്ങളുടെ ഹോം മാച്ചിൽ കോപ്പ ഡെൽ റേ റൗണ്ട് ഓഫ് 16 സൂപ്പർ കോപ്പയുടെ എസ്പാനിയയിൽ സെമി ഫൈനലിൽ പുറത്താക്കിയതിൻ്റെ ഒരു ചെറിയ റിവെഞ്ച് 8 ദിവസത്തിന് ശേഷം തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് എടുത്തിരിക്കുകയാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് മാച്ച്, വെളുപ്പിനെ 2 മണിക്കൊക്കെ ഇങ്ങനത്തെ മാച്ചൊക്കെ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ക്ഷീണം ഉണ്ടായിരുന്നു മാച്ച് കാണുമ്പോൾ. പക്ഷേ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയ മാച്ച് ആകുമ്പം കണ്ടുപോകും. ഈ മാച്ചൊക്കെ കുറച്ചുകൂടെ ഒന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ടൈമിനോടെ വെക്കുവാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, 2 മണിക്ക് മാച്ച് വെച്ചു, കളി തുടങ്ങുന്നു. സോ റയൽ മാഡ്രിഡ് ടീമിലൊരു വമ്പൻ ചേഞ്ച്. മറ്റൊന്നുമല്ല, ചൗമനി സ്റ്റാർട്ട് ചെയ്തില്ല, കമോവിക്കാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് എക്സ്പെക്റ്റഡ് ആയിരുന്നു ചൗമനിക്ക് പ്രോപ്പറായ ചെറിയൊരു ഇഞ്ചുറിയുടെ സ്കെയർ ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ പ്രോപ്പർ ട്രെയിനിങ് അദ്ദേഹം നടത്തിയിട്ടില്ലായിരുന്നു. സോ സെക്കൻഡ് ഹാഫിലാണ് ആൾ വരുന്നത്, വെൽവാർഡേക്ക് പകരമായിട്ട് 70 മിനിറ്റ് സംതിങ്ങിലാണ് വരുന്നത്. സോ അങ്ങനെ മാച്ച് തുടങ്ങുകയാണ്. അടുത്ത ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ക്രൂസിനെ അല്ല സ്റ്റാർട്ട് ചെയ്തത്, മോഡ്രിച്ചിനാണ് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തത്. സോ ക്രൂസ് ബെഞ്ചിലായിരുന്നു ആൻഡ് മോഡ്രിച്ചിനെ പിടിച്ചാണ് ഈ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്തത്. സോ സൂപ്പർ കോപ്പയിൽ മോഡ്രിച്ച് തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ ഒരു മാച്ചിൽ മേ ബി മോഡ്രിച്ച് എന്തുകൊണ്ട് ബിഗ് മാച്ചസിൽ റയൽ മാഡ്രിഡിൻ്റെ സ്റ്റാർട്ടർ ആവാൻ ഉള്ള ആ ഒരു ടൈം കഴിഞ്ഞു എന്നുള്ളതിൻ്റെ കുറച്ച് സൂചനകളുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഹാഫിൽ ഈ മോഡ്രിച്ചിൻ്റെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം. മോഡ്രിച്ചിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ മേ ബി സെറ്റ് പീസസ് എടുക്കാനായിട്ട് മാത്രം ഒരു പ്രസൻസ് എന്ന നിലയിൽ തോന്നി. ഓവറോൾ ആളുടെ ഇമ്പാക്റ്റ് ഈ മാച്ചിൽ അധികം കണ്ടില്ല. ആളുടെ സെറ്റ് പീസസ് കുറച്ചാണ്, ഡെലിവറീസ് ഒക്കെ നൈസായിരുന്നു. പക്ഷേ ആ ഒരു ക്രൂസിൽ നിന്ന് ലഭിക്കുന്ന ഒരു കൺട്രോൾ, മേ ബി കുറച്ചുകൂടെ യങ്ങർ ലെഗ്സ് ആണ് ക്രൂസിൻ്റെ. പിന്നെ ക്രൂസും മോഡ്രിച്ചും എൻ്റയർലി ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് പ്ലേയേഴ്സുമാണ്. സോ അതുകൊണ്ടായിരിക്കാം. ആൻഡ് മോഡ്രിച്ച് എന്തുകൊണ്ട് മേ ബി ഈ ടീമിലെ സ്റ്റാർട്ടർ ആയിക്കൂടാ, എസ്പെഷ്യലി ബിഗ് ഗെയിംസിൽ എന്നുള്ളതിൻ്റെ കുറച്ച് സൂചനകൾ ഈ മാച്ചിലുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നോക്കുവാണെങ്കിൽ റയൽ മാഡ്രിഡ് പെർഫോമൻസ് വാസ് നോട്ട് ബാഡ്. റയൽ മാഡ്രിഡിൻ്റെ പെർഫോമൻസ് റിയലി ഗുഡായിരുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എനിക്കൊന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിനേക്കാളും കുറച്ചുകൂടി ക്ലിയർ ചാൻസസ് ആൻഡ് സോ കൺസ്ട്രക്ഷൻ, ഞാൻ എപ്പോഴും പറയുന്നത് കൺസ്ട്രക്ഷൻ നടക്കുന്ന തന്നെ ചെറിയ സൗണ്ട് ഈ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്, സോറി. സോ അപ്പം മാച്ച് തുടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെല്ലിംഗമിൻ്റെ ഒരു ഷോട്ട്, മാച്ച് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ബെല്ലിംഗമിൻ്റെ ഒരു ഷോട്ട് ബാറി തട്ടിപ്പോകുന്നുണ്ട്. മോഡ്രിച്ചിൻ്റെ പാസ് ബെല്ലിംഗം നല്ലപോലെ തന്നെ ആ ഒരു ഇടവഴി ഡ്രിബിൾ ചെയ്ത് പോയി ഷോട്ട് അടിക്കുന്നു. അത് ബാറി തട്ടിപ്പോകുന്നു. എന്നിട്ട് അത് പക്കയായിട്ട് നല്ലൊരു പാകത്തിന് വിനി ജൂനിയറിൻ്റെ അടുത്തോട്ടാണ് അത് ബാറി തട്ടി വരുന്നത്. വിനി ജൂനിയറിൻ്റെ ഒരു ഡിസപ്പോയിൻറ്റിങ് ഷോട്ടായിരുന്നു. സോ ഇന്നലെ ആ ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞല്ലോ റയൽ മാഡ്രിഡ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ചാൻസ്, ദാറ്റ് ലുക്ക് മോർ ത്രെറ്റനിങ്. അതിൽ ബെല്ലിംഗമിൻ്റെ പ്രസൻസ് എടുത്തു പറയേണ്ടതാണ്. ബെല്ലിംഗം വാസ് എക്സലൻറ്റ്. ബെല്ലിംഗം ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി ബെല്ലിംഗമിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ആ ഒരു കോൺസ്റ്റൻറ്റ് ത്രെട്ടായിരുന്നു. പക്ഷേ വിനി ജൂനിയർ ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും മോശമല്ലായിരുന്നു. പക്ഷേ ആ ഒരു ഇമ്പാക്റ്റ് മേ ബി അവരും കൂടെ കുറച്ചുകൂടെ ഒന്ന് ക്ലിനിക്കലാകുമായിരുന്നല്ലോ, അല്ലെ കുറച്ചുകൂടെ റൂത്ത്ലെസ് ആകുമായിരുന്നെങ്കിൽ മേ ബി ഫസ്റ്റ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് 20 മിനിറ്റ്സിന് റയലിൽ ലീഡ് എടുക്കാമായിരുന്നു. അങ്ങനത്തെ നല്ലപോലെ തന്നെ കളിച്ചവർ. സോ അങ്ങനെ കളി മുന്നോട്ട് പോകവേ 30 മിനിറ്റ് കഴിയുന്നു. സോ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ റോഡ്രിഗോ ഡീപോളാന്ന് തോന്നുന്നു. റോഡ്രിഗോ ഡീപോളിൻ്റെ ഒരു ബോൾ ഡെലിവറി ചെയ്യുകയാണ് അത് റുഡിഗർ പൂറായിട്ട് ക്ലിയർ എന്ന് പറഞ്ഞാൽ ആളടിച്ച് കോർണർ കളയാനാണോ സൈഡിലോട്ട് ഇടാനാണോ എന്താണെന്ന് അറിയത്തില്ല. ഹെഡർ ചെയ്യുന്നു. അത് പാകത്തിന് ലിനോയുടെ കാലിലോട്ടാണ് വരുന്നത്. സോ ലിനോയ്ക്ക് ഈസി ആയിട്ടൊരു ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ റുഡിഗറിൻ്റെ അസിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. റോഡ്രിഗോ ഡീപോളാണ് ബോൾ ഡെലിവറി ചെയ്തെങ്കിലും റുഡിഗറിൻ്റെ അസിസ്റ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ലീഡ് എടുക്കുവാണ് ലിനോ ത്രൂ. അങ്ങനെ ലീഡ് എടുക്കുവാണ്. അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ 1-2 ഫൗൾസ് അത്ലറ്റിക്കോ കമ്മിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു സെറ്റ് പീസ് കിട്ടുന്നത് ലൂക്ക മോഡ്രിച്ച് എടുക്കുവാണ്. അടുത്തത് ഒബ്ലാക്കിൻ്റെ ഒരു മിസ്റ്റേക്ക് വരികയാണ്. സോ റയൽ അത്ലറ്റിക്കോ ലീഡ് എടുത്തതിന് ഒരു കുറച്ച് മിനിറ്റ്സിന് ശേഷം തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ റയൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് ഈക്വലൈസ് ചെയ്യുവാണ്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഒബ്ലാക്കിൻ്റെ ഒരു മിസ്റ്റേക്കാണ് കാണാൻ സാധിച്ചത്. ബോൾ വരികയാണ്, അത് അദ്ദേഹം കയറി വന്ന് പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ആ പഞ്ച് ചെയ്ത് സ്വന്തം പോസ്റ്റിലോട്ടാണ് അത് കയറുന്നത്. മിസ്റ്റേക്ക് തന്നെയാണ്. ഒബ്ലാക്ക് പോലത്തെ ടോപ്പ് ക്ലാസ് ഗോൾ കീപ്പറിനെ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ലൊരു ത്രെറ്റനിങ് ഏരിയാസിലോട്ടാണ് ആ ഒരു ഡെലിവറി മോഡ്രിച്ച് ഇടുന്നത്. പക്ഷേ ഒബ്ലാക്ക് സ്വന്തം പോസ്റ്റിലോട്ട് തന്നെ പഞ്ച് ചെയ്ത് കയറ്റുവാണ്. അത് ഓൺ ഗോൾ ആവുകയാണ്. സോ അങ്ങനെ 1-1 എന്ന നിലയിൽ പോവുകയാണ് ഫസ്റ്റ് ഹാഫ്. അതായത് സെക്കൻഡ് ഹാഫിലോട്ട് വരുവാണ്. സോ മേ ബി റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സ് ഒരു എക്സ്ട്രാ ഗെയിം കളിച്ചുകൊണ്ടായിരിക്കാം, ബാർസയ്ക്കെതിരെ ഫൈനലിൽ കളിച്ചുകൊണ്ടായിരിക്കാം. വെൽവാർഡയൊക്കെയാണ് കുറച്ച് ടയേർഡായിരുന്നു. നമുക്കറിയാം അത്ലറ്റിക്കോക്കെതിരെ ഫറ്റീഗായിട്ട് കയറിപ്പോയതാണ്. എന്നിട്ട് ബാർസയ്ക്കെതിരെ മാച്ച് കളിച്ചത് ഇപ്പോൾ വീണ്ടും അത്ലറ്റിക്കോക്കെതിരെ ഇൻറ്റൻസ് മാച്ച് അല്പം ഫറ്റീഗ്നെസ് കാണാനുണ്ടായിരുന്നു. സോ മോഡ്രിച്ചിൻ്റെ ലാക്ക് ഓഫ് ആ ഒരു ഇൻറ്റൻസിറ്റിയും കൂടെ നമുക്കറിയാം പലപ്പോഴും ക്രൂസിൻ്റെയും മോഡ്രിച്ചിൻ്റെയൊക്കെ ആ ഒരു വർക്ക് റേറ്റും കൂടെ വെൽവാർഡെ കവർ ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷേ വെൽവാർഡെ ഇന്നലെ ഫറ്റീഗ്ഡായിരുന്നു, അത് എടുത്ത് കാണാനുണ്ടായിരുന്നു. വെൽവാർഡയുടെ ആ ഒരു
എപ്പോഴും കാണാറുള്ള ഒരു ഇമ്പാക്റ്റ് ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടയേർഡ് നല്ല ഫറ്റീഗ് ആയിരുന്നു അത് കാണാനായിട്ട് ഉണ്ടായത്. സോ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കുമ്പം അത്ലറ്റിക്കോ മാഡ്രിഡാണ് വളരെ സൂപ്പർവായിട്ട് തുടങ്ങുന്നത്. സെക്കൻഡ് ഹാഫ് ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് റയലാണ് കുറച്ച് എന്നാലും മോശമല്ലായിരുന്നു. അത്ലറ്റിക്കോ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എന്നാലും കുറച്ചുകൂടെ ത്രെറ്റനിങ് ആയിട്ട് തോന്നിയത് അത്ലറ്റിക്കോ എന്ന് മേ ബി പറയാം. സോ അങ്ങനെ സെക്കൻഡ് ഹാഫിൽ അടുത്ത ഇൻസ്റ്റൻസ് വരുവാണ്. അത് സൈഡിലോട്ട് ആരാണ് ഒരു പാസ് അത്ലറ്റിക്കോ മാഡ്രിഡ് കൊടുക്കാൻ നോക്കിയാണ്. കൊക്കയായിരുന്നു അതോ പാസ് കൊടുക്കാൻ നോക്കി. അത് ഒരു സിമ്പിൾ പാസ് കൊടുക്കാൻ നോക്കിയത് കമ്മവിങ്ക വന്ന് ബ്ലോക്ക് ചെയ്യുകയാണ്. കമ്മവിങ്കയുടെ കാലിലിടിച്ച് അതൊരുമാതിരി അന്യായ ത്രൂ ബോൾ പോലെ പോവുകയാണ് ഡിഫ്ലക്റ്റ് ആയിട്ട്. സോ അത് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഹൈലൈറ്റ്സ് കാണുന്നത് മനസ്സിലാവും. ആൻഡ് ആകെപ്പാടെ ലുനിനും റുഡിഗറും എന്നാ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ലുനിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രെച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. ലുനിൻ വന്ന് കൈ എന്താ പറയുക, മേ ബി ആ ലുനിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ആൾ കുറച്ചുകൂടെ ഒന്ന് വിജിലൻ്റ് ആവുന്നു. പക്ഷേ കമവിങ്കയുടെ ഒരു ഇംപ്രോപ്പർ ബ്ലോക്ക് അതൊരു ത്രൂ പാസ് പോലെ പോകുന്നു. ആൻഡ് മൊറാട്ട അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. സോ ലുനിൻ വീണ്ടും വന്ന് കൈയിട്ട് അത് ഒരു ഓക്വേർഡ് പൊസിഷനിൽ സേവ് ചെയ്യുകയാണ്. എന്നിട്ട് നേരെ റുഡിഗറിൻ്റെ കാലിലോട്ടാണ് സേവ് ചെയ്ത് ഇടിക്കുന്നത്. അത് നേരെ മൊറാട്ടയ്ക്ക് പാകത്തിനിട്ടുന്നു, സ്കോർ ചെയ്യുന്നു. സോ മേ ബി രണ്ടാമത്തെ ഗോളിലും അസിസ്റ്റ് റുഡിഗറിൻ്റെ വകാന്ന് വേണേൽ പറയാം. ബട്ട് റുഡിഗറിൻ്റെ മിസ്റ്റേക്ക് അല്ല അത്, പക്ഷേ എന്നാലും പറയാം അത്ലറ്റിക്കോ അടിച്ച 2 ഗോളിലും റുഡിഗറിൻ്റെ അസിസ്റ്റ് എന്ന് പറയാം. സോ അങ്ങനെ രണ്ടാമത്തെ ഗോളും കയറുകയാണ്. അവിടെ കമവിങ്കയുടെ ബ്ലോക്കാണെങ്കിലും ലുനിൻ്റെയും റുഡിഗറും മേ ബി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ, അല്ലെങ്കിൽ ലുനിനാണെങ്കിലും കുറച്ചുകൂടെ അവെയർ ആവണമായിരുന്നു. സോ അതൊരു കയോട്ടിക് ഗോളായിരുന്നു. അത്ലറ്റിക്കോയുടെ കയോട്ടിസത്തിന് പറ്റിയൊരു ഗോളാണ്. അനദർ കയോട്ടിക് ഗോൾ. 2-1 ലീഡ് എടുക്കുകയാണ്. അങ്ങനെ അത്ലറ്റിക്കോ കുറച്ചുകൂടെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ റോഡ്രിഗോയുടെ ഒരു ഷോട്ട് ഡിഫ്ലക്റ്റഡ് ആയി ബാറിൽ തട്ടിപ്പോകുന്നു. സോ റയലിന് ചാൻസസ് ഉണ്ടായിരുന്നു. ബെല്ലിംഗാമിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഡിഫ്ലക്റ്റ് ബാറിൽ തട്ടിപ്പോകുന്നത്, പിന്നെ റോഡ്രിഗോയുടെ സെക്കൻഡ് ഹാഫിൽ ബാറിൽ തട്ടിപ്പോകുന്നത് തോന്നുന്നത്. പക്ഷേ അത്ലറ്റിക്കോയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുവാണെങ്കിൽ പൊസഷൻ റയൽ മാഡ്രിഡിൻ്റെ കയ്യിലായിരുന്നെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് ഗോൾസിൻ്റെ കാര്യത്തിലും എല്ലാം മുന്നിട്ട് നിന്നു. സോ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ആഡ് ഓൺ ടൈമിലോട്ടൊക്കെ കിടന്നപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ നല്ല ഡോമിനേഷൻ നമുക്ക് കാണാൻ സാധിച്ചു. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫിലോട്ട് മുന്നോട്ട് പോവുകയാണ്. ചേഞ്ചസ് വരുത്തുന്നു. 60 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രഹീം ഡിയാസിനെ ഇറക്കുന്നു, പിന്നെ ചൗമനിനെ മാറ്റി വെൽവാഡേനെ ഇറക്കുന്നു, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ക്രൂസ് വരുന്നു. സോ അങ്ങനെ ചേഞ്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റയൽ മാഡ്രിഡ് കുറച്ചുകൂടെ ത്രെറ്റനിങ് ആയിട്ട് തോന്നുന്നു. അങ്ങനെ 80-ാം മിനിറ്റിൽ യൊസെല്ലുവിനെ ഇറക്കുകയാണ്. 80-ാം മിനിറ്റ് ഒരു ഗെയിം ചേഞ്ചിങ് സബ്സ്റ്റിറ്റ്യൂഷനായി യൊസെല്ലു വരികയാണ്. സോ 80-ാം മിനിറ്റിൽ ആൾ വരുന്നു. 81.82 മിനിറ്റിനുള്ളിൽ 82-ാം മിനിറ്റിൽ ആൾ ഈക്വലൈസ് നേടുകയാണ്. സോ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വിനി ജൂനിയറിൻ്റെ ഒരു അടിപൊളി നല്ലൊരു പാസ്. അത് നമ്മൾ നോക്കുവാണെങ്കിൽ ബെല്ലിംഗം ശരിക്കും അത് കയർവ് ചെയ്ത് ഷോട്ടാണ് ഉദ്ദേശിച്ചത്. ആൾ കയർവ് ചെയ്ത് കയറ്റാനായിട്ടാണ് നോക്കിയത്. പക്ഷേ ആ ഷോട്ട് എടുത്തത് ക്രോസ് പോലെ യൊസെല്ലുവിന് പാകത്തിന് ചെല്ലുന്നു. ആൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് ബാക്ക് പോസ്റ്റിൽ. ആൾ ഈസി ആയിട്ട് ഹെഡ് ചെയ്ത് ഗോൾ കയറ്റുകയാണ്. സോ 2-2 നമ്മൾ സൂപ്പർ കോപ്പയിൽ കണ്ട പോലെ തന്നെ 2 തവണ ലീഡ് എടുത്തിട്ടും റയൽ മാഡ്രിഡ് തിരിച്ചു വന്നു. അതുപോലെ ഈ കളിയിൽ 2 തവണ ലീഡ് എടുത്തിട്ടും റയൽ തിരിച്ചു വന്നു. മേ ബി ആഡ് ഓൺ ടൈമിലോട്ട് പോകുമെന്ന് അപ്പം തന്നെ ഓൾമോസ്റ്റ് ഷുവറായി. വീണ്ടും ആഡ് ഓൺ ടൈമിൽ നമുക്കൊരു എക്സ്ട്രാ ടൈമിലോട്ട് പോയാൽ റയലിനെ പിടിച്ചു കെട്ടുക ഇമ്പോസിബിൾ ആണ്. വീണ്ടും അത്ലറ്റിക്കോ എക്സ്ട്രാ ടൈമിൽ കൊണ്ടുപോയി തോൽപ്പിക്കും. ഈ സീസണിൽ റെഗുലർലി കാണാറുള്ളവർ എപ്പോഴൊക്കെ ലീഡ് എടുത്താലും അതുകൊണ്ട് തോൽപ്പിക്കാറുണ്ട് അത്ലറ്റിക്കോ മിക്ക മാച്ചസിൽ. അതിപ്പം എസ്പെഷ്യലി ബിഗ് ഒപ്പോണൻസിനെതിരെയൊക്കെ അതിപ്പം കാണുന്നുണ്ട്. കുറച്ചുകൂടെ ഡിഫൻസീവ് സോളിഡാരിറ്റി വേണമെന്ന് പറയേണ്ട അവസ്ഥയിലോട്ട് വരികയാണ് അത്ലറ്റിക്കോ. എസ്പെഷ്യലി ലീഡ് എടുത്താൽ അവർ കുറച്ചുകൂടെ ഓപ്പണായിട്ട് അത്ലറ്റിക്കോ കളിക്കുകയാണ്. പക്ഷേ കളി കാണാൻ നല്ല രസമാണ്. വിച്ചറൊക്കെ ഇന്നലെ നല്ല പെർഫോമൻസ് ആണ്, എടുത്തു പറയേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു വരികയാണ്. സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2-2 ആവുന്നു. അതിൻ്റെ ഇടയ്ക്ക് വിനി ജൂനിയറിൻ്റെ ആൻറ്റിക്സ് പറയണം. വിനി ജൂനിയർ ഭയങ്കര സെലിബ്രേഷനൊക്കെ ആയിരുന്നു. ഫാൻസിനെ എരിവേറ്റി. പിന്നെ പറയണ്ടല്ലോ, സിമിയോണിയും വിനി ജൂനിയറും ഫസ്റ്റ് ഹാഫ് തൊട്ടേ 2 പേർക്കും ഇടയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. അത് രസമായിരുന്നു. സോ നമ്മൾ വിനി ജൂനിയറിൻ്റെ കാര്യം പറയുമ്പോൾ അറിയാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ്. ഞാൻ പലപ്പോഴും പറയുന്നതാണ്. ശരിയാണ്, ആൾക്ക് കുറച്ച് ആവശ്യമില്ലാത്തൊക്കെ രീതിയിലുള്ള ഇതൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആളും തിരിച്ച് മോശമൊന്നുമില്ല. ആൾ ഒപ്പോണൻറ്റിനെ വൈൻഡപ്പ് ചെയ്യുക, ഒപ്പോണൻറ്റ് പ്ലേയേഴ്സിനെ അവിടെ ഇതാവുക, എന്നിട്ട് ഇപ്പം കോച്ചസിനോടാണെങ്കിലും ഇതിൻ്റെ ഫാൻസിനോടാണെങ്കിലും അവരോട് അങ്ങോട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ തിരിച്ചും ആ രീതിയിൽ കിട്ടും. സോ അതും കൂടെ വിനി ജൂനിയർ ആലോചിക്കുക നല്ലതാണ്. അത് പുള്ളി കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. പുള്ളിക്ക് ആ ഒരു കാര്യത്തിൽ ആറ്റിറ്റ്യൂഡ് മാറ്റം വരുത്തണം എന്നൊക്കെയുള്ള രീതിയിൽ. സോ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചും അവരും തരും. സോ വിനി ജൂനിയറിൻ്റെ സെലിബ്രേഷനൊക്കെ നല്ല രസമായിരുന്നു രണ്ടാമത്തെ ഗോൾ ഈക്വലൈസ് ചെയ്തതിനു ശേഷം. അങ്ങനെ ആഡ് ഓൺ ടൈമിലോട്ട് പോവാണ്. സോ ആഡ് ഓൺ ടൈമിലോട്ട് വരുമ്പം എക്സ്പെക്ട് ചെയ്തു മിക്കവാറും റയൽ മാഡ്രിഡ് വീണ്ടും എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ ഈ പ്രാവശ്യം ആഡ് ഓൺ ടൈമിൽ അത്ലറ്റിക്കോ പ്രിപ്പയർഡ് ആയിരുന്നു. ലാസ്റ്റ് ടൈമിൽ പോലെ ചുമ്മാ സിറ്റ് ബാക്ക് ചെയ്ത് ഒന്നും ചെയ്യാതിരുന്നില്ല. ദേ വർ ഗോയിങ് ഫോർവേഡ്. ആഡ് ഓൺ ടൈമിൽ നമ്മൾ കണ്ട ഒരു ബിഗ് ചേഞ്ച് എന്നാന്ന് വെച്ചാൽ അത്രയും നേരം കുറച്ചുകൂടെ ഡീപ്പിലോട്ട് കളിച്ചുകൊണ്ടിരുന്ന ഗ്രീസ്മാൻ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ആ ഗെയിമിൽ പക്കായിട്ട് ഫുള്ളി അങ്ങോട്ട് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. ആ ഒരു ഗ്രീസ്മാൻ ഇമ്പാക്റ്റ് നമ്മൾ ആ മാച്ചിൽ അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് ഉണ്ടായിരുന്നു. നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു. പക്ഷേ ഗ്രീസ്മാൻ്റെ ആ ഒരു ഫുള്ളി ഫ്ലൂയിഡ് ഗ്രീസ്മാനെ നമ്മൾ കണ്ടില്ല.
സോ ഇന്നലെ മാച്ചിൽ പുള്ളി ചെയ്ത ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഗ്രീസ്മാനെ കുറച്ചുകൂടെ പുഷ് ചെയ്തു ഫ്രണ്ടിലോട്ട്. ഗ്രീസ്മാനെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് കുറച്ചുകൂടെ അറ്റാക്കിങ് ഏരിയാസിലോട്ട് വരുന്നു. ആ മിഡ്ഫീൽഡ് ആ ഒരു ഇവിടെ നിന്നും അറ്റാക്കിംഗ് റോളിലോട്ട് ആളെ മാറ്റുകയാണ്. സോ അതൊരു നല്ല ചേഞ്ച് ആയിരുന്നു. കാരണം ആഡ് ഓൺ ടൈമിൽ റിയലി അത്ലറ്റിക്കോ മാഡ്രിഡിന് കുറച്ചും കൂടെ എനർജി നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അത്ലറ്റിക്കോ മാഡ്രിഡ് മേ ബി ഒരു മാച്ച് കുറച്ച് കളിച്ചതിൻ്റെ ആവാം കുറച്ചുകൂടെ ഫ്രഷറായിട്ട് തോന്നി. ആൻഡ് ആ ഒരു തേർഡ് ഗോൾ 101 മിനിറ്റിലാണ് തോന്നുന്നു വരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ആൻ എക്സലൻറ്റ് ഗോൾ. പക്ഷേ അവിടെ അനദർ ഡിഫെൻസീവ് എന്നാ പറയുക ബേസിക് ഡിഫെൻസീവ് ലെസൺസ് മറന്നുപോയ പോലെ തോന്നി. എസ്പെഷ്യലി ചൗമനി നാച്ചോയും ചൗമനിയുടെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. ആൻഡ് വിനി ജൂനിയർ ആളെ പാസ് ഇന്റർസെപ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് ബോളുമായിട്ട് ഗ്രീസ്മാൻ കയറുകയാണ്. ആൻഡ് വിനി ജൂനിയർ ആളെ ട്രാക്ക് ചെയ്യുകയാണ്. സ്പേസസ് ഇഷ്ടം പോലെ ഉണ്ട്. ചൗമനി നാച്ചോ നോക്കിക്കാണ്. എസ്പെഷ്യലി ചൗമനിയുടെ കൂടെ ആളുമില്ല. ഗ്രീസ്മാൻ ഈസി ആയിട്ട് റൺ എടുത്തോളൂ. ചൗമനി ചുമ്മാ ആൾ നോക്കിക്കാണ്. ചെന്ന് ബ്ലോക്ക് ചെയ്യാൻ പോകുമോ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ജസ്റ്റ് ഒരു മൂവ്മെന്റ് നടത്തി ബ്ലോക്ക് ചെയ്യുവാണ്. അത് ഈസി ആയിട്ട് ആ ഗോൾ തടയുന്നത്. അത് എടുത്തു പറയേണ്ട ചൗമനിയുടെ വൺ ഓഫ് ദ ബ്ലണ്ടേഴ്സ് എന്ന് പറയേണ്ട ഒരാൾ അവിടെ എന്തുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്യാൻ പോയില്ല. അതൊരു ബേസിക് ഡിഫെൻഡിങ് ഇതാണ്. സോ അത് ചൗമനിയുടെ പക്കാ മിസ്റ്റേക്ക് കൊണ്ടാണ് ആ ഗോൾ വരുന്നത്. ആൻഡ് നാച്ചോയും കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും വേണേൽ ക്ലോസ് റൺ ചെയ്യുന്നത്. പക്ഷേ എന്നാലും എടുത്തു പറയേണ്ട നാച്ചോയുടെ കൂടെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നു ബ്ലോക്ക് ചെയ്യാനൊക്കെ. ചൗമനിയുടെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഈസി ആയിട്ട് ആ റണ്ണ് ഒത്തിരി ടൈം ഉണ്ട് പുള്ളിക്ക് എന്ന് ആ ബോൾ അഥവാ വിനി ജൂനിയറിന് ഒന്ന് സപ്പോർട്ട് കൊടുക്കണം. ഇത് ഈസി ആയിട്ട് വിനി ജൂനിയർ മാത്രം ഗ്രീസ്മാൻ്റെ പുറകെ ഗ്രീസ്മാനെ ഫൗൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. ആൾ ബോക്സിലോട്ട് കയറുന്നു. ആൻഡ് എക്സലൻറ്റ് ഫിനിഷ് സൂപ്പർ ഫിനിഷ് ഓൺ ഗ്രീസ്മാൻ. ആൻഡ് 3-2 ലീഡ് എടുക്കുകയാണ്. സോ ആ ലീഡ് എടുത്തതിന് ശേഷവും എനിക്കൊന്ന് ബ്രഹീം ഡിയാസിന് ഒരു ഷോട്ട് എടുക്കുന്നുണ്ട്. മേ ബി അത്ലറ്റിക്കോ റയലിന് ഒരു ചാൻസ് അത് കഴിഞ്ഞ് ഉടനെ കിട്ടുന്നുണ്ട്. പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒബ്ലാക്കിന് 1-2 നല്ല സേവുകൾ നമ്മൾ കാണുന്നു. അങ്ങനെ ആഡ് ഓൺ ടൈം ഫസ്റ്റ് ഹാഫ് കഴിയുകയാണ്. 3-2 ലീഡിൽ പോവുകയാണ്. സോ റയൽ മാഡ്രിഡിന് എങ്ങനെയും ഈക്വലൈസ് ചെയ്തേ പറ്റും. സോ സെക്കൻഡ് ഹാഫിലോട്ട് നമ്മൾ നോക്കുമ്പോൾ അവർ ബോഡീസ് കമ്മിറ്റ് ചെയ്യുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് പ്രോപ്പറായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യാണ്. എടുത്തു പറയേണ്ടതാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഡിഫെൻസീവ് വർക്ക്. എസ്പെഷ്യലി ആഡ് ഓൺ ടൈം എക്സ്ട്രാ ടൈമിൽ സൂപ്പർബായിരുന്നു. അത് എടുത്തു പറയേണ്ടത്. ഡിഫെൻസീവ്ലി റയൽ മാഡ്രിഡ് സോളിഡ് ആയിരുന്നു. ഒബ്ലാക്ക് വാസ് എക്സലൻറ്റ് ഇൻ മെയിൻറ്റെയിനിങ് ദാറ്റ് ലൈൻ. ഡിഫെൻസീവ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഒബ്ലാക്കൊക്കെയാണ് സൂപ്പർബായിരുന്നു. അങ്ങനെ മെംഫിസ് ഡീപ്പ വരുന്നു, റിക്കൽമെ വരുന്നു. സോ അങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഡീപ്പേനെയൊക്കെ ഇറക്കുന്നുണ്ട്. അതിന് മുമ്പൊക്കെ ഇറക്കിയുണ്ടായി. സോ വന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കളി തീരുന്നതിന് തൊട്ട് മുമ്പ് ബ്രേക്ക് ചെയ്യുകയാണ്. റയൽ മാഡ്രിഡ് ബോഡീസ് കമ്മിറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഈസിലി അത്ലറ്റിക്കോ മാഡ്രിഡ് ബോളുമായിട്ട് പോകുന്നു. ആൻഡ് മെംഫിസ് ഡീപ്പയ്ക്ക് ബോൾ കിട്ടുന്നു. മെംഫിസ് ഡീപ്പയ്ക്ക് വേണം ഷോട്ട് എടുക്കാമെന്ന്. പക്ഷേ ആൾ അൺസെൽഫിഷായിട്ട് റിക്കൽമയ്ക്ക് കുറച്ചുകൂടെ ബെറ്റർ പൊസിഷനിലോട്ട് റൺ നടത്തി റിക്കൽമയ്ക്ക് ബോൾ ഇട്ട് കൊടുക്കുകയാണ്. ആൻഡ് റിക്കൽമെ ഫിനിഷ് ചെയ്യുകയാണ്. അങ്ങനെ 4-2 120 മിനിറ്റിന് തൊട്ട് 319 മിനിറ്റിൽ 4-2 ആക്കുന്നു. ആൻഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിക്കുകയാണ് മെട്രോപൊളിറ്റാനിൽ. ആൻഡ് സിമിയോണിയുടെ ഒക്കെ ആ ഒരു ആവേശം കാണേണ്ട എന്ത് രസമായിരുന്നു. ആ ഒരു വിനി ജൂനിയർ അല്പം തല താഴ്ത്തി പോയി. സോ ആള് മേ ബി ആഡ് ഓൺ ടൈമിൽ റയൽ മാഡ്രിഡിൻ്റെ അടുത്ത കംബാക്ക് നമ്മൾ കാണുന്നു. കംബാക്ക് നടത്തി വിക്ടറി നേടി പോകുന്ന ഓർത്തെടുത്തു നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ഷോർട്ട് ക്യാരക്ടർ. സിമിയോണിക്കും പിള്ളേർക്കും മാർക്ക് കൊടുത്തേ പറ്റും. ഡിഡ് എ ഗ്രേറ്റ് വർക്ക്. എക്സ്പെക്റ്റഡ് ഓവറോൾ നമ്മൾ ഫുൾ മാച്ച് നോക്കുകയാണെങ്കിൽ ഡിസേർവിങ് വിക്ടറി തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്. എക്സ്പെക്റ്റഡ് ഗോൾസിൻ്റെ ഒക്കെ കാര്യത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് സൂപ്പർ പെർഫോമൻസ് ഓഫ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഹോമിൽ. ആൻഡ് റയൽ മാഡ്രിഡിൻ്റെ രണ്ടാമത്തെ തോൽവിയാണ്. 21 മാച്ചിന് ശേഷമാണ് റയൽ മാഡ്രിഡ് ഒരു തോൽവി തോൽക്കുന്നത്. ആൻഡ് റയലിനെ 2 തവണയും ഈ സീസൺ തോൽപ്പിച്ച ഒരേ ഒരു ടീം അത്ലറ്റിക്കോ മാഡ്രിഡാണ്. അണ്ടർസ്റ്റാൻഡബിൾ ആണ്. റയൽ കുറച്ച് ഫറ്റീഗ്ഡ് ആയിരുന്നു. ആൻഡ് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. അവരാണെങ്കിൽ എവേ മാച്ചിൽ 2 തവണ പുറകെ പോയിട്ടും തിരിച്ചു വന്നു. ആ കാര്യത്തിലൊക്കെ ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. പക്ഷേ സോ ഹാപ്പി ഇതാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിച്ചാൽ സത്യം പറഞ്ഞാൽ കുറച്ച് ഹാപ്പിയാണ് ഉള്ള പറയാൻ. സോ നമുക്ക് നോക്കാം. എന്തായാലും അപ്പുറത്തെ ഞങ്ങളുടെ ബാർസലോണ ടീം ഒന്ന് തട്ടിമുട്ടി ജയിച്ചിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ആ മാച്ചിലെ ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടപ്പോൾ എന്തിനാണ് ഈ കാണുന്നതെന്ന് വരെ ഓർത്തുപോയി. അവർ ലീഡ് എടുക്കുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ നമ്മൾ തിരിച്ചു വരുന്നു. ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് നമ്മൾ ഈക്വലൈസ് ചെയ്യുന്നുണ്ട് ടോറസിലൂടെ. പക്ഷേ പിന്നീട് 2 ഗോൾ ബാളുടെ ഒരു അടിപൊളി ഗോൾ കണ്ട്. അതാണ് ആ മാച്ചിൽ എൻ്റെ ഒരേ ഒരു പോസിറ്റീവ് പറയാനായിട്ടാണ്. ആ മാച്ചിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ആൻഡ് ഇതാണ് റയൽ മാഡ്രിഡ് അത്ലറ്റിക്കയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് മാച്ച്. റിവെഞ്ച് എടുത്തിരിക്കുന്നു. ബാർസലോണയൊക്കെ ഒന്ന് കണ്ടു പഠിക്കുക അത്ലറ്റിക്കോ മാഡ്രിഡ് എങ്ങനെയാണ് കളിച്ചതെന്നൊക്കെ ഒന്ന് നോക്കുന്നതല്ലാണ്ട് സിമിയോണി ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ. അപ്പോൾ ഇതാണ് പറയാനായിട്ടുള്ളത്. ആൻഡ് റയൽ മാഡ്രിഡിനും കുറച്ചുകൂടെ ഇതാണ് മോഡ്രിച്ചിൻ്റെ ഒക്കെ പെർഫോമൻസ്. മോഡ്രിച്ചിനെ സ്റ്റാർട്ട് ചെയ്തുകൂടാ ഇനിങ്സ് ബിഗ് മാച്ചസിൽ എന്നുള്ളതിൻ്റെയൊക്കെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. വെൽവാഡ് കുറച്ച് ഫറ്റീഗ്ഡ് ആയിരുന്നു. അതിൻ്റെയൊക്കെ അടിയുണ്ടായിരുന്നു. പിന്നെ ചൗമനി ഇറങ്ങിയതിന് ശേഷം വൺ ഓഫ് ദ ഡിസപ്പോയിൻറ്റിങ് പെർഫോമൻസ് ആയിരുന്നു ചൗമനിയുടെ ഓവറോൾ പറയാനായിട്ടാണ്. മേ ബി ആൾ മാച്ച് ഫിറ്റ് അല്ലായിരുന്നു എന്നുള്ളതിൻ്റെ ചെറിയ സൂചനകളും മാച്ച് നമുക്ക് കാണാമായിരുന്നു. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ.